എൻ്റെ ഫ്രണ്ടിൻ്റെ ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ സസ്പെൻഡായി. അവനക്ക് കോൾസ് വരുന്നില്ല, ലീഡ്സ് വരുന്നില്ല. ഹി വാസ് സോ ഫ്രസ്ട്രേറ്റഡ്. ഞാൻ ഒരു 3-4 ഡേയ്സ് മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു, ഹൗ ടു ക്ലെയിം ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക് ബേസ് ചെയ്തിട്ടായിരുന്നു അത്. എങ്ങനെ സസ്പെൻഡഡ് ആയിട്ടുള്ള ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ റിട്രീവ് ചെയ്തെടുക്കാം, അതൊക്കെ റിലേറ്റഡ് ആയിട്ടായിരുന്നു. സോ ഈ വീഡിയോ കണ്ടതിന് ശേഷം അവൻ എന്നെ കോൺടാക്ട് ചെയ്തു. ഫഹമി, ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് കറൻ്റ്ലി ഞാൻ ഫേസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ ബിസിനസ്സിനെ കുറിച്ച് ചോദിച്ചു, എന്താണ് പ്രോബ്ലം വരാൻ കാരണം നിനക്ക് തോന്നുന്നത് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു അവന് ദുബായിലായിരുന്നു ബിസിനസ് ഉണ്ടായിരുന്നത്. ദുബായിൽ നിന്ന് സം ലോജിസ്റ്റിക് റീസൺസൊക്കെ കൊണ്ട് അവന് ഷാർജയിലോട്ട് ബിസിനസ് ഷിഫ്റ്റ് ചെയ്തു. ഷാർജയിലോട്ട് ബിസിനസ് ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം അവൻ ദുബായിലുള്ള ഈ ബിസിനസ് ലൊക്കേഷൻ അതേപോലെ തന്നെ GMBയിൽ കീപ്പ് ചെയ്തു. അപ്പോൾ ഉണ്ടായ ഇഷ്യൂ എന്ന് വെച്ചാൽ ഒരു കസ്റ്റമർ ഇതേപോലെ അവനക്ക് ഒരുപാട് ലീഡ്സ് വന്നിരുന്നു. അപ്പോൾ ഒരു കസ്റ്റമർ ഇതേപോലെ മാപ്പ് ലൊക്കേഷൻ ഇട്ടിട്ട് അവൻ്റെ ബിസിനസ്സിൻ്റെ അവിടേക്ക് വന്നു. ബട്ട് ബിസിനസ്സിൻ്റെ അവിടേക്ക് വന്നപ്പോൾ ബിസിനസ് കാണുന്നില്ല, ബോർഡ്സോ അല്ലെങ്കിൽ ഒന്നും കാണുന്നില്ല. കോണ്ടാക്ട് ചെയ്ത് നോക്കി. അപ്പോൾ അവൻ പറഞ്ഞു ഇങ്ങനെ ഷാർജയിലാണ് ഇപ്പോൾ ഉള്ളത് ബിസിനസ്, ഇഫ് യു ഹാവ് ഓർഡേഴ്സ് യു ക്യാൻ പ്ലേസ് ദ ഓർഡർ എന്നുള്ള രീതിയിൽ പറഞ്ഞു. ബട്ട് ഷി വാസ് സോ ഫ്രസ്ട്രേറ്റഡ്. അങ്ങനെ ഒരു നെഗറ്റീവ് റിവ്യൂ ഇട്ടു. അതേപോലെ തന്നെ അത് റിപ്പോർട്ട് ചെയ്തു. സോ ഗൂഗിൾ ഫ്ലാഗ്ഡ് ദിസ്. ഫ്ലാഗ് ചെയ്തതിന് ശേഷം അവനക്ക് ഇത് സസ്പെൻഡഡ് ആയിപ്പോയി. സോ ഹൗ ക്യാൻ യു സോൾവ് സച്ച് ഇഷ്യൂസ്? എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും? ഇത് സോൾവ് ചെയ്യാൻ പറ്റുന്നത് സർവീസ് ഏരിയ ബിസിനസ്സും അതേപോലെ തന്നെ ഹൈബ്രിഡ് ബിസിനസ്സുമായിട്ട് നമുക്ക് ലിസ്റ്റ് ചെയ്യാൻ പറ്റും ഗൂഗിളിൽ. സോ നിങ്ങളുടെ ബിസിനസ് ലൈക്ക് ക്ലീനിങ് സർവീസസ് ആണ്, അല്ലെങ്കിൽ പ്ലംബിംഗ് കൈൻഡ് ഓഫ് ബിസിനസ്, ഹോം സർവീസ് കൈൻഡ് ഓഫ് ബിസിനസ്സൊക്കെ ഇതിൽ വരുന്നതാണ്. നമുക്ക് എന്തെങ്കിലും ഡെലിവറി കൈൻഡ് ഓഫ് ബിസിനസ്സാണ് നമ്മളുടേതെങ്കിൽ നമുക്ക് ഡെലിവറി സർവീസ് ഏരിയാസ് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. സോ ബിസിനസ്സുകളെ ഈ രീതിയിൽ നമുക്ക് സോൾവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഒരു 2 hours ഡിസ്റ്റൻസിലായിരിക്കണം നമ്മളെ കറൻറ്റ് ബിസിനസ് ലൊക്കേഷൻ ഇരിക്കുന്നത് എന്നുള്ളതാണ് ഇതിലുള്ളൊരു ക്രൈറ്റീരിയ. സം അതർ ക്രൈറ്റീരിയാസ് ആർ ഓൾസോ ദ, ബട്ട് പ്രൈം ക്രൈറ്റീരിയ ഇങ്ങനെയാണ്. പിന്നെ 20 സർവീസ് ഏരിയാസ് നമുക്ക് ഈ ഒരു GMB ലിസ്റ്റിങ്ങിൻ്റെ അണ്ടറിൽ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ദുബായിലിരിക്കുന്ന ഒരാൾക്ക് ഷാർജ സെലക്ട് ചെയ്യാം. അതേപോലെ ഡിഫറെൻറ്റ് അടുത്തുള്ള എമിറേറ്റ്സൊക്കെ 2 hours ഡിസ്റ്റൻസിൽ വരുന്ന എമിറേറ്റ്സൊക്കെ സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. സോ ഇങ്ങനെയാണ് ആ ബിസിനസ് സോൾവ് ചെയ്യാനായിട്ട് പറ്റുക. സോ ഈ ടിപ്പ് നിങ്ങളോട് ഷെയർ ചെയ്യണം തോന്നി. ഇഫ് യു ഫൈൻഡ് ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ്, യു ക്യാൻ ഡു ഫോളോ us for more tips like this. Thank you.